ഉദരത്തിൽ സ്നേഹബിന്ദു പോലെ ഒരു പിഞ്ചു പൈതലിൽ തുടിപ്പുണരുന്നതും കാത്തിരിക്കുന്ന എത്രയോ പേർ. പെണ്ണുടലിൻ്റെ ആത്മനിർവൃതി അവളിൽ ജന്മം കൊള്ളുന്ന കുഞ്ഞാണ്. അതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ഭ്രൂണഗതിയെപ്പറ്റി ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇരുളടഞ്ഞ കാലത്തിൻ്റെ ചിന്തയുമായി ഇന്നും കുറേ പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇവിടെ കഥ പറയുന്നില്ല. പിറവി കൊള്ളുന്നതിന് മുൻപുള്ള ഒരു കുഞ്ഞിൻ്റെ കഥയിലേക്ക് നമുക്കൊരു യാത്ര നടത്താം. സ്റ്റോപ്പ് ദി അബോർഷൻ. ഇവിടെ ജനിക്കാതെ പോയൊരു പെൺകുഞ്ഞിന്റെ ഡയറിക്കുറിപ്പ്. ജൂൺ 15. ഞാനൊരു കുഞ്ഞു പൊട്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ജൂൺ 22. ഇപ്പോൾ ഞാനൊരു കോശമായി. ജൂലൈ 5. അമ്മ അച്ഛനോട് പറയുകയാണ് നമുക്കൊരു വാവ് ഉണ്ടാവാൻ പോവാണെന്ന്. അമ്മയ്ക്കും അച്ഛനും എന്ത് സന്തോഷമായിരുന്നു. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. എനിക്കിപ്പോ കുഞ്ഞു കൈയും കാലും വയറും ഒക്കെ വന്നല്ലോ. അമ്മയുടെ ഹൃദയമെടുപ്പും ശബ്ദവും എനിക്ക് കേൾക്കാം. വേഗം പുറത്തെത്തി എന്റെ അമ്മയെ കാണാൻ കൊതിയായി. പക്ഷേ പെൺകുട്ടിയെന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ അമ്മയുടെ മുഖം വാടിയോന്നൊരു തോന്നല്. അമ്മ ഒന്നും കഴിച്ചതുമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. രാത്രി അച്ഛനും അമ്മയും പറയാണ് എന്നെ കൊന്നു കളഞ്ഞാലോന്ന്. എനിക്ക് വല്ലാതെ സങ്കടായി. ഞാൻ കുറെ ഇളകി നോക്കി. ഇല്ല, എന്റെ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. എന്റെ പൊക്കൽ കുടിയിൽ ചുറ്റി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു നോക്കി. കഴിഞ്ഞില്ല. സെപ്റ്റംബർ 3. അച്ഛനും അമ്മയും ആശുപത്രിയിലേക്ക് പോവാണ് എന്നെ കളയാൻ. ഓപ്പറേഷൻ ടേബിളിൽ അമ്മയെ ഡോക്ടർ സൂചി വെച്ചപ്പോ അമ്മയ്ക്ക് വേദനിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു. പാവ എന്റെ അമ്മ. അരണ്ട വെളിച്ചത്തിൽ ഡോക്ടർ മൂർച്ചയുള്ള ആയുധങ്ങളുമായി എന്റെ നേർക്ക് വന്നപ്പോ ഞാൻ പേടിച്ചു മാറി. എന്റെ പ്രതിഷേധം വകവയ്ക്കാതെ എന്റെ കുഞ്ഞു കാൽവിരലുകളെ അവർ ആദ്യം മുറുക്കിയെടുത്തു. വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു. പിന്നെ എന്റെ കാലുകള്, കൈകള്, ഉടലുകള് എല്ലാം 15 മിനിറ്റ് കൊണ്ട് അവർ കലക്കിയെടുത്തു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. മാസം പ്രായമുള്ള ഭ്രൂണമായിരുന്നെങ്കിലും എനിക്കും ഉണ്ടായിരുന്നു ആത്മാവ്.
കൽപ്പടവുകൾ കയറി യാത്ര തുടർന്നു. ഇനിയുള്ള കുറിപ്പിന് തീയതികളില്ല. കലണ്ടർ തൂങ്ങാത്ത ചുവരുകളില്ലാത്ത ലോകം ആദ്യം എന്നെ പേടിപ്പിച്ചെങ്കിലും പതുക്കെ മനസ്സ് തണുത്തുകൊണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ എന്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികൾ, കുഞ്ഞു ചേച്ചിമാർ, അമ്മയുടെ രൂപം തോന്നുന്ന കുറെ അമ്മമാർ. അവർ എന്നെ ഓടി വന്ന് കോരിയെടുത്തു, ഉമ്മടിച്ചു. കൺകൾ നീയേ, കാറ്റും നീയേ, തോടും നീ, തുറുമ്പിൽ നീ, വണ്ണം നീയേ, വാനും നീയേ, ഊടും നീ, ഉയരും നീ. പല നാൾ കനവേ, ഒരു നാൾ നനവേ, ഏക്കങ്ങൾ തീർത്തായേ, ഇണയെ പിഴുந்து உன்னை நான் எடுத்தேன். நான் தான் நீ, வேறில்லை. முகமில்லைத்தான், அதில் முத்தத்தான், ஒரு வெண்பாவை நான் செய்தேன் கண்ணே. இதழெச்சில் நீர் எனும் தீர்த்தத்தான், அதில் திருத்தங்கள் நீ செய்தாய் கண்ணே. അമ്മേ, അമ്മ കരയണ്ടാട്ടോ. അമ്മയ്ക്കൊരു വാവേനെ തരാൻ ഞാൻ ദൈവത്തോട് പറയാം. പക്ഷേ അതും പെൺകുട്ടിയാണെങ്കിൽ എന്നോട് ചെയ്ത പോലെ ചെയ്യരുത് കേട്ടോ. നല്ല വേദന എടുക്കും അമ്മേ, പ്രാണം പോണ വേദന. അച്ഛനും അമ്മയ്ക്കും മക്കൾ, അതാണായാലും പെണ്ണായാലും ഒരുപോലെയാണ്. ജീവിതയാത്രയിലെന്നും മകളുടെ കരുതൽ അനിർവചനീയമാണ്. അവൾ ചിരിക്കുന്നതിലും കരയുന്നതിലും സ്നേഹിക്കുന്നതിലും മാതാപിതാക്കളുടെ ഇഴപിരിയാത്ത കരുതലിൻ്റെ താളമുണ്ട്. പെണ്ണ്, അവൾ മാറ്റി നിർത്തേണ്ടവളല്ല, ചേർത്തു നിർത്തേണ്ടവരാണ്.